ഹലോ. അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അതാ നമ്മൾ പോണ പോക്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇതാ നമ്മൾ തനു ബേബീനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. തനു നാളെ അവളെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് അവരുടെ എന്താണ് പാലുകുടി 90 എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും അവിടെ എത്തി. അപ്പോൾ ഇതാ എന്തോ മൂഡ് ശരിയില്ലായിരുന്നു, എന്തോ ഒരു കരച്ചിലൊക്കെ ഉണ്ടായി നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കളിപ്പിച്ച് മൂടൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അപ്പം ഇതാ വാവയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ എന്താ സംഗതി മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആള് ഫോണ് എന്താ പറയുക, സെൽഫി എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി, ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമ്മളൊരു ഹലോ പറയൂ എന്നൊക്കെ പറയായിരുന്നു. അപ്പം ആളിന്ന് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല, അപ്പം അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് തോന്നുന്നു. പിന്നെ നമ്മളിതാ എല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കും കേട്ടോ. നല്ല രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പം അതിനിടയിൽ കൂടെ എനിക്കൊരു കോള് വന്നപ്പോൾ എണീറ്റു കേട്ടോ. അപ്പോഴാണ് വാവൻ എനിക്ക് കിട്ടിയത്. ആളൊന്ന് കാം ഡൗൺ ആയി. ഞാനൊന്ന് എടുത്തു നോക്കി കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട് തോളിലിങ്ങനെ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ കളിപ്പിച്ചു, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ആൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പോയി. അപ്പം നമ്മൾ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നാളെ രാവിലെ കാണാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമുക്കിതാ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഒരു 10:30 ആകുമ്പം അവർ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരാൾ എൻട്രൻസിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ വേഗം നമ്മളെ ബേബീനെ കാണാൻ വേണ്ടി പോയിട്ടോ. ആളിതാ സുന്ദരി കുട്ടിയിൽ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ കളിപ്പിച്ച് നോക്കി. ആളിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പുരികൊക്കെ എഴുതി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവരൊരു 10:30 ആകുമ്പം അതുലിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടുന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നായിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ധനു നല്ല ഫുള്ള് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അരിയും പൂവും ഇട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഒരു സമയമാകുമ്പം അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവർ പൊതുവെ കോഴിക്കോട് ഭാഗത്താണ് നമ്മൾ കുഞ്ഞുവാവയുടെ 90-ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മലപ്പുറം ഏരിയയിലേക്കൊക്കെ 28-നാണ് കൂടുതൽ പ്രാധാന്യം.
അപ്പോൾ ഇതാ അവർ ഇറങ്ങി. ഇനി അവർ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, കാരണം അവിടെ പാലുകുടി ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഇതാ അവർ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇതാ മോന് അമ്മു ചേച്ചീനെ കണ്ടപ്പം കുറച്ച് പേര് അമ്മു ചേച്ചീൻ്റെ കൂടെ എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവരെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. അവരിറങ്ങിയിട്ട് വേണം നമുക്കും ഇറങ്ങാൻ. അപ്പോൾ എല്ലാവരും പോയി. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.